ഹലോ എവ്രി വൺ. ഞാനിപ്പോൾ ഉള്ളത് ന്യൂയോർക്കിലാണ്. ഞാനും ഉണ്ട്, അച്ഛനും ഉണ്ട്. അപ്പോൾ നമ്മളൊരു വീക്കെൻഡ് ട്രിപ്പിന് വേണ്ടി വന്നതാണ്. 2 ദിവസം ന്യൂയോർക്കും പിന്നെ ന്യൂജേഴ്സിയും. അപ്പോൾ കാര്യമായിട്ട് മെയിൻ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ന്യൂജേഴ്സിയിലെ ബാബ്സ് ടെമ്പിളാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ ജസ്റ്റ് ന്യൂയോർക്ക് ഒരു 1.5 ഡേയ്സിനുള്ളിൽ കാണാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഒരു ഹോട്ടലിലാണ്, റമദാൻ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിലാണ്. അപ്പോൾ ജസ്റ്റ് ഒരു നൈറ്റ് സ്റ്റേ. ഇന്നലെ രാത്രിയാണ് നമ്മൾ ലാൻഡ് ചെയ്തത് ലഗാഡിയ എയർപോർട്ടിൽ. എന്നിട്ട് ഇപ്പം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു. ഇന്നലെ രാത്രി 12 മണിയൊക്കെ ആകുമ്പോൾ ചെക്ക് ഇൻ ചെയ്തു. ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പോകാൻ പോവാണ്. നമ്മൾ ചുമ്മാ ബ്രുക്ലിൻ ബ്രിഡ്ജ്, അതുപോലെ വേറെ നമ്മൾ പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നും ആക്കിയിട്ടില്ല. കാരണം നമ്മളെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ആ ടെമ്പിളിൽ പോവാന്നുള്ളതാണ്. അപ്പം അച്ഛന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായതുകൊണ്ട് നമ്മൾ അതായിരുന്നു മെയിൻ പ്ലാൻ. കാരണം വീക്കെൻഡിന് 2 ദിവസത്തിനുള്ളിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ന്യൂയോർക്ക് വെറുതെ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അത് കാണാം. ഗോയിങ് വിത്ത് ദ ഫ്ലോ. ഐറ്റിനറി ഒന്നുമില്ല. അപ്പോൾ ഒരു 1.5 ദിവസം കൊണ്ട് ന്യൂയോർക്കിൽ എന്തൊക്കെ ചെയ്യാം എന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ തുടർന്ന് കാണുക. നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. അവർ റെസീപ്റ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. നല്ല രസമില്ല. നമ്മളങ്ങനെ ഹോട്ടലിൽ ചെക്ക് ഔട്ട് ചെയ്തു. ഇനി നേരെ ഫസ്റ്റ് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ബ്രുക്ലിൻ ബ്രിഡ്ജാണ്. അപ്പം നമ്മൾ ഇന്ന് ഉച്ചക്കാണ് ന്യൂജേഴ്സി പോകുന്നത്. അപ്പം അതിന് മുന്നേ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്ഥലം എന്തെങ്കിലും കവർ ചെയ്യാമെന്നുള്ള ഒരു പ്ലാനിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ഫ്ലൈറ്റ് ഉണ്ട് മേലെ പോകുന്നു. സൗണ്ട് പ്ലെയിൻ പോയി. അപ്പോൾ ഇവിടുന്ന് കുറച്ച് നടക്കേണ്ട ഡിസ്റ്റൻസിൽ ഇതുണ്ട്, സബ്വേ സ്റ്റേഷൻ ഉണ്ട്. അവിടുന്ന് 7 നമ്പർ ട്രെയിൻ പിടിച്ചു കഴിഞ്ഞാൽ ബ്രുക്ലിൻ ബ്രിഡ്ജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു വഴിയുണ്ട്. അപ്പോൾ കുറച്ച് നമ്മൾ ട്രെയിൻ മാറി കയറി ബസ് കയറണം, അങ്ങനെ എന്തെങ്കിലും പരിപാടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ സബ്വേയിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ആകെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഈ പോയിന്റിൽ നിന്ന് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ആ സബ്വേ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കയറി ഏതൊരു ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബസ് പിടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഗൂഗിൾ മാപ്സിൽ നോക്കണത്രേ. അപ്പോൾ അതിന് മുന്നേ കുറച്ച് വാട്ടർ ബോട്ടിൽസ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്തുള്ളൊരു ചൈനീസ് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവരൊരു മാപ്പൊക്കെ വരച്ച് തന്നിട്ടുണ്ട്. അത് നോക്കി നേരെ പോവുക. അപ്പോൾ ആദ്യം സൂപ്പർ മാർക്കറ്റ് കയറി നമ്മൾ വെള്ളം മേടിക്കും. അത് കഴിഞ്ഞിട്ട് സബ്വേ കയറിയിട്ട് ഗൂഗിൾ മാപ്പ് നോക്കി കണ്ടുപിടിക്കണം അടുത്ത സ്റ്റോപ്പ് ഏതാണ്. മാപ്പ് നോക്കിയൊക്കെ നടന്നു, പക്ഷേ ചൈനീസ് സൂപ്പർ മാർക്കറ്റൊന്നും നമ്മൾ കണ്ടില്ല. അപ്പോൾ അടുത്ത് കണ്ടൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് കയറി. അവിടെ ടാർഗറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ടാർഗറ്റിൽ കയറി ഒരു ക്യാൻ വെള്ളമൊക്കെ മേടിച്ചിട്ട് നടന്നു. വെള്ളമൊക്കെ മേടിച്ചിട്ട് സബ്വേയിൽ പോയപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ട്രെയിൻ കിട്ടി. അപ്പോൾ ട്രെയിനിൽ ഇങ്ങനെ ഇരുന്ന് ന്യൂയോർക്കിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണുന്നത്. ഇത് അണ്ടർഗ്രൗണ്ടാണ്, അത് ഇങ്ങനെയാണ്. നിങ്ങൾ നേരത്തെ കേട്ട പാട്ട് ഏതൊരു സ്റ്റേഷനിലെത്തിയപ്പോൾ കുറച്ച് പേര് വന്ന് കയറി ഇങ്ങനെ പാട്ടൊക്കെ പാടി ഗിറ്റാറൊക്കെ പ്ലേ ചെയ്ത് നല്ല രസമായിരുന്നു. ഞാൻ ചെറിയൊരു ഭാഗം മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അത് ക്യാമറ ഓൺ ആക്കുമ്പം നമ്മൾ മുമ്പിൽ സീറ്റിലിരിക്കുന്നവർക്കൊരു ബുദ്ധിമുട്ടാവുണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവർ 2 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫുൾ പുറത്തൊക്കെ നോക്കി ഇവിടുത്തെ വ്യൂവും ബിൽഡിങ്സും നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു ന്യൂയോർക്ക് എന്ന് പറയുന്നത് ഒരു ഫുൾ സിറ്റി വൈബാണ്. ഡെൻവർ പോലെയല്ല. അതായത് അങ്ങനെ നമ്മൾ സബ്വേയിൽ 2 ട്രെയിൻ മാറിയിട്ട് നമ്മുടെ സ്റ്റേഷനിലെത്തി. ബ്രുക്ലിൻ സ്റ്റേഷൻ എന്നങ്ങാണ്ടായിരുന്നു ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് തന്നെയാണ് ബ്രുക്ലിൻ ബ്രിഡ്ജ്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു പാർക്കുണ്ട്.
അങ്ങനെ നമ്മൾ 2 സബ്വേ ട്രെയിൻസ് മാറിക്കേറി ലാസ്റ്റ് ബ്രുക്ലിൻ സ്റ്റേഷനിലെത്തി. അപ്പോൾ കുറച്ച് ടയറിങ് ആയിരുന്നു. നല്ല തിരക്കാണ് ഇവിടുത്തെ സബ്വേസിൽ, നല്ല തിരക്കാണ്. കാരണം എനിക്കൊന്നും ഇവിടെ ആരും അങ്ങനെ പേഴ്സണൽ വെഹിക്കിൾസ് അധികം എടുത്ത് ട്രാവൽ ചെയ്യുന്നവരായിരിക്കില്ല. കുറേയൊക്കെ എല്ലാവരും സബ്വേ തന്നെ ആയിരിക്കും യൂസ് ചെയ്യുക. കാരണം പാർക്കിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എല്ലാ സ്ഥലത്തൊന്നും അങ്ങനെ പാർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ വീക്കെൻഡ്സിന് ഇറങ്ങുന്നവരൊക്കെ ഈ സബ്വേയും ബസ്സും പബ്ലിക് ട്രാൻസ്പോർട്ടേഷനൊക്കെ തന്നെയാണ്. നേരെ കാണുന്ന വലിയ ഗേറ്റ് പോലത്തെ സംഭവം ഉണ്ടല്ലോ, അതാണ് ബ്രിഡ്ജിൻ്റെ ഒരു പാർട്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ ഫുഡ് സ്റ്റോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോട്ട് ഡോഗ്, റൈസ് ഓവർ ചിക്കൻ, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. പിന്നെ ആ കാണുന്നൊരു ബസ് എന്ന് പറയുന്നത് ബിഗ് ബസ് എന്ന് പറഞ്ഞ സംഭവമാണ്. അത് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. നേരത്തെ ബുക്ക് ചെയ്താൽ ഒരു 1 or 2 days അവർ കംപ്ലീറ്റ് ന്യൂയോർക്ക് സിറ്റി നമ്മളെ ഒന്ന് കൊണ്ടുപോകും. അങ്ങനെ നമ്മൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം ബ്രിഡ്ജിൻ്റെ അങ്ങോട്ടേക്ക് നടക്കാൻ തുടങ്ങി. കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു ശരിക്കും. പക്ഷെ ആ നടന്നു പോകുന്ന വഴി നല്ല ഭംഗിയാകുക. 2 സൈഡിൽ നോക്കിയാലും ന്യൂയോർക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ബിൽഡിങ്സും അവിടെ കാണാം. ഒരു ദൂരത്തു നിന്ന് നമുക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയും കാണാമായിരുന്നു. അപ്പോൾ അത് കണ്ടില്ല, ഇതായിരുന്നു നമ്മുടെ ബ്രിഡ്ജ്. നല്ല ഭംഗിയാണ്. അപ്പോൾ മേലെ ഇങ്ങനെ നമ്മുടെ ഫ്ലാഗൊക്കെ വെച്ചിട്ടുണ്ട്, നമ്മൾ മീൻസ് US ഫ്ലാഗൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ബിൽഡിങ്സും അതിൻ്റെ അടുത്തൊക്കെ തന്നെ ആയിട്ടുണ്ടായിരുന്നു. ഇത് വേറൊരു ബ്രിഡ്ജ്, മൻഹാറ്റൻ ബ്രിഡ്ജാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ദൂരെ കാണുന്നത് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാണ്. അത് ഈ ബ്രുക്ലിൻ ബ്രിഡ്ജിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. ഈ കാണുന്ന ഫെറിയിൽ ചിലതൊക്കെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിലേക്ക് സ്പെസിഫിക് ആയിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന ഫെറീസാണ്. അല്ലാതെ ചിലതുകൊണ്ട് അത് ഫുള്ളൊന്ന് ചുറ്റിക്കറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ ബ്രിഡ്ജൊക്കെ കണ്ട് തിരിച്ച് നടന്നു സബ്വേ സ്റ്റേഷനിലോട്ട്. അപ്പം ഇതൊക്കെ നല്ല ഓൾഡ് ബിൽഡിങ്സ് ആണ് അവിടുത്തെ. നമ്മൾ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ ഫുഡൊക്കെ വെച്ചു. ഇത് ചിക്കൻ ഓവർ റൈസ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് ന്യൂയോർക്ക്. അങ്ങനെ അധികമൊന്നുമില്ല, ബ്രിഡ്ജ് കണ്ടു, ഫുഡ് കഴിച്ചു, അതൊക്കെ തന്നെയാണ്. നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് നാളെ ആയിരിക്കും. നാളെ നമ്മൾ ന്യൂജേഴ്സിയിലേക്ക് പോവും. അപ്പോൾ അവിടുത്തെ ടെമ്പിളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് മെയിൻ ഉദ്ദേശം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇതൊക്കെ തന്നെയാണ്, വേറൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾക്കായി നെക്സ്റ്റ് വരുന്ന വ്ളോഗ്സൊക്കെ കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ.